സോ ഹേ ഗൈസ് 20,000 ഉള്ളിൽ നിങ്ങൾ നല്ലൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ 24,000 കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകൾ ഇപ്പോൾ 20,000 ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വാല്യൂ ഫോർ മണി ഫോണുകളായി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇറങ്ങിയ ഉടനെ തന്നെ ഫോൺ ഒരിക്കലും മേടിക്കാതിരിക്കുക. ലാസ്റ്റ് ഇയറിലത്തെ ഫോണുകൾ മേടിച്ചു കഴിഞ്ഞാൽ അത് നല്ല വാല്യൂ ഫോർ മണി ഫോണുകളായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ഒരു കോമ്പാക്റ്റ് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോണിൻ്റെ കൂടെ പോകാം. മോട്ടറോള എഡ്ജ് 50 നിയോ. മോട്ടറോള എഡ്ജ് 50 നിയോ അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു കോമ്പാക്റ്റ് ഫോണാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പ്രൊസസ്സർ കൊടുത്തിരിക്കുന്നത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 പ്രൊസസ്സറാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു പ്രൊസസ്സറാണ്. പിന്നെ നമുക്കിവിടെ 256 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കാമെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ 20,999 ഇത് കിട്ടുന്നത്. പക്ഷേ ഓഫറൊക്കെ വരുമ്പോൾ 19,000 ഈ ഫോൺ കിട്ടാറുണ്ട്. ഈ ഫോൺ ഞാൻ ചൂസ് ചെയ്യേണ്ട മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000 നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് മോട്ടറോള എഡ്ജ് 50 നിയോയിൽ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ IP68ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പീഡ് നമുക്ക് 68 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട് ബോക്സിൽ. പിന്നെ 5 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് 14 ഇത് ഇറങ്ങിയത്. ആൻഡ്രോയിഡ് 15 കിട്ടി. ഇനിയിപ്പോൾ ഒരു 4 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൂടി ഉണ്ട്. പിന്നെ ക്യാമറേനെ പറ്റി പറയാൻ വെച്ചാലും ക്യാമറ നല്ല ഡീസൻ്റ് ആയ ക്യാമറയാണ് കിട്ടുന്നത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് പറയാൻ വെച്ചാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് DSLR ലെവൽ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും 3x ഓക്കെ. പിന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് 32 മെഗാ പിക്സൽ ക്യാമറയാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി നല്ല ഡീസൻ്റ് ആയ ക്യാമറ ക്വാളിറ്റിയാണ്. 20,000 ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ഫോൺ വേണമെങ്കിൽ മോട്ടറോള എഡ്ജ് 50 നിയോൻ്റെ കൂടെ പോവുക. മോട്ടറോള എഡ്ജ് 50 നിയോൻ്റെ ക്യാമറ നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് DSLR ലെവൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും യൂസിങ് ഇറ്റ്സ് ടെലിഫോട്ടോ ലെൻസ്. പിന്നെ ഇതിൻ്റെ പ്രോസൊക്കെ നോക്കാമെന്ന് വെച്ചാൽ 5 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ട്. IP68ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട് 15 വാട്ടിൻ്റെ. പിന്നെ 1.5K ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസ് നോക്കാമെന്ന് വെച്ചാലും 6.4 ഇഞ്ചാണ്. അപ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റായ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. പിന്നെ ആയിക്കൂടി ഡ്രോബാക്ക് പറയാമെന്ന് വെച്ചാൽ, ഓക്കെ, ബാറ്ററീനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററി നമുക്ക് 4310 ആണ് കിട്ടുന്നത്. ഒരു ദിവസത്തെ ബാറ്ററി ലൈഫ് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ 68 വാട്ടിൻ്റെ ചാർജിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ ആയിക്കോട്ടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ടെലിഫോട്ടോ ലെൻസ് വെച്ചാൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും, പക്ഷേ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ആ ചെറിയൊരു ഡ്രോബാക്കാണ് എനിക്ക് ഇതിൽ കാണാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫോൺ നിങ്ങൾക്ക് ക്യാമറ മെയിൻ പ്രയോറിറ്റിയാണ്. പിന്നെ കോമ്പാക്റ്റ് ഫോണാണ് ഇഷ്ടം. പിന്നെ അപ്ഡേറ്റ് കുറച്ച് കാലത്തിന് വേണം. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ലൈക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് വയർലെസ് ചാർജിങ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോട്ടറോള എഡ്ജ് 50 നിയോൻ്റെ കൂടെ പോവാം. അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് OnePlus Nord CE4. OnePlus Nord CE4 ഞാൻ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ഫോണാണ്. അത്യാവശ്യം നല്ല ഡീസൻ്റായ ക്യാമറ ക്വാളിറ്റിയാണ് ഇതിലുള്ളത്. അതേമാതിരി നമുക്ക് നല്ല പവർഫുള്ളായ പ്രൊസസ്സർ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയെന്ന് വെച്ചാലും UFS 3.1 സ്റ്റോറേജാണ്. പിന്നെ ക്യാമറയിലൊക്കെ നമുക്ക് 2x നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ബൊക്കെ വീഡിയോസും എടുക്കാൻ പറ്റും. പിന്നെ ആയിക്കൂടി ചെറിയൊരു ഡ്രോബാക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ ഇതിൽ. 2 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ ആൻഡ്രോയിഡ് 14 ഇത് ഇറങ്ങിയത്. ആൻഡ്രോയിഡ് 15 കിട്ടി കഴിഞ്ഞു. ഒരു മേജർ അപ്ഡേറ്റും കൂടി കിട്ടാൻ ബാക്കിയുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോൺ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ ഫോൺ നല്ലൊരു ഡീസൻ്റായ ഫോണാണ്. ക്ലീൻ സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രൊസസ്സർ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ വെരി പവർഫുൾ ആൻഡ് സ്റ്റേബിൾ പ്രൊസസ്സർ. പിന്നെ UFS 3.1 സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഓപ്പണിംഗ് സ്പീഡൊക്കെ നല്ല ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ക്യാമറ ക്വാളിറ്റി നോക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ഡീസൻ്റായ ക്യാമറ ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് പോർട്രേറ്റ് വീഡിയോസൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആയിക്കൂടി ഡ്രോബാക്ക് പറഞ്ഞില്ലേ, അത് 2 വർഷത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുള്ളൂ. 1 വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞ് 1 വർഷം കൂടിയല്ലോ. പിന്നെ നമുക്കിവിടെ 5500 mAh ബാറ്ററി ഇട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് സുഖമായിട്ട് കിട്ടും ഇതിൽ. ചാർജിങ് സ്പീഡ് നോക്കുകയെന്ന് വെച്ചാലും ബോക്സിൽ നമുക്ക് 100 വാട്ടിൻ്റെ ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ 0 to 100
30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഫുൾ ചാർജ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു ഡീസൻറ്റ് ഫോണാണ് OnePlus Nord CE4. പക്ഷേ ആകെ ഒരു ഡ്രോബാക്ക് പറഞ്ഞില്ലേ, ഇനി ഒരു വർഷത്തിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൂടിയാണ് ബാക്കിയുള്ളതിൽ. ഇത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോണത്, നിങ്ങൾക്ക് നല്ലൊരു ക്ലീൻ സോഫ്റ്റ്വെയർ വേണം, പിന്നെ അത്യാവശ്യം ഡീസൻ്റായ ക്യാമറാസ് വേണം, പിന്നെ ഗ്ലിഫ് ലൈറ്റ്സ് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ഫോണിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. നത്തിങ് ഫോൺ 2A. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നത്തിങ് ഫോൺ 3A ഇറങ്ങാൻ പോകുന്നുണ്ട്, അപ്പോൾ അത് മേടിച്ചാൽ പോരെ, അത് നമുക്ക് ടെലിഫോട്ടോ ലെൻസിങ്ങിലും കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഫോണിൻ്റെ പ്രൈസ് 25,000 മേലെ ഉണ്ടാവുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ നത്തിങ് ഫോൺ 2A നിങ്ങൾക്ക് 20,000 ഉള്ളിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ ഈ ഫോൺ നല്ലൊരു ഫോണാണ്. ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, അത്യാവശ്യം നല്ല ഡീസൻ്റായ ക്യാമറാസാണ്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ ഉണ്ട്, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഇട്ടുണ്ട്, പിന്നെ 5000 mAh ബാറ്ററി ഇട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 22,000 ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ SBIയുടെ കാർഡ് വെച്ചിട്ട് നിങ്ങൾ മേടിക്കുകയാണെന്ന് വെച്ചാൽ 2,000 കുറഞ്ഞ് കിട്ടും. പക്ഷേ ചെറിയൊരു ഡ്രോബാക്ക് എന്താണ് ഇതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജർ കിട്ടില്ല. അപ്പോൾ ചാർജർ നിങ്ങളുടെ അടുത്ത് വേറെ പഴയ ഫോണിൻ്റെ വല്ലതും ചാർജർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യില്ല. ഇതിൻ്റെ പുതിയ ചാർജർ മേടിക്കണമെങ്കിൽ 800 900 സംതിങ്ങും വരും ഇതിൻ്റെ ചാർജർ. അപ്പോൾ എന്തായാലും ആ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പക്ഷേ ഫോണിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡീസൻ്റായ ഫോണാണ്. ക്യാമറ അത്യാവശ്യം ഡീസൻ്റാണ്, പിന്നെ പെർഫോമൻസും കുഴപ്പമില്ല. MediaTekൻ്റെ Dimensity 7200 പ്രോസസ്സറാണ്, 8GB റാമാണ്, UFS 2.2 സ്റ്റോറേജാണ്, പിന്നെ നല്ല ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ മെയിൻ പ്രയോറിറ്റി ക്ലീൻ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നത്തിങ് ഫോൺ 2ൻ്റെ കൂടെ പോവാം. അപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി ക്യാമറ ആണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഫോൺ മേടിക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെന്ന് വെച്ചാൽ Vivo T3 Pro, അതേമാതിരി ആമസോണിൽ നോക്കുകയാണെന്ന് വെച്ചാൽ IQ Z9s Pro. രണ്ടും സെയിം ഫോൺ തന്നെയാണ്, പക്ഷേ പേര് മാറ്റാണെന്ന് മാത്രം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടുന്നത് ആ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് പ്രോസസ്സർ നോക്കുകയാണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 പ്രോസസ്സറാണ് കിട്ടുന്നത്. അത്യാവശ്യം പവർഫുള്ളായ ചിപ്സെറ്റാണ് കിട്ടുന്നത്. പക്ഷേ ചെറിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ടൈപ്പ് UFS 2.2 സ്റ്റോറേജാണ്. ആ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ ഫോൺ നല്ല സ്ലിമ്മാണ്, പിന്നെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, പിന്നെ 5500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 2 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടും. പിന്നെ വേറൊരു ഡ്രോബാക്കും കൂടി ഉണ്ട്, ഇത് നമുക്ക് മേജർ 2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ. Android 14 ഇത് ലോഞ്ച് ആയത്. Android 15 കുറേ പേർക്ക് കിട്ടി കഴിഞ്ഞു, ഇനി Android 16 കൂടി മാത്രമേ കിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ആ ചെറിയൊരു ഡ്രോബാക്കും കൂടി ഉണ്ട്. ഓവറോൾ നോക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ഡീസൻറ്റ് ഫോണാണ്. പിന്നെ ക്യാമറ മെയിൻ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. സെൽഫി ആയിക്കോട്ടെ, റിയർ ക്യാമറ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ഡീസൻ്റായ ഫോട്ടോസ് ഇതിലെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഫോണൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ബാങ്ക് ഓഫർ വെച്ചിട്ട് നിങ്ങൾക്ക് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 20,000 കിട്ടുന്നതായിരിക്കും ഈ ഫോണുകൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.